നമ്മൾ വിശദമായി തന്നെ കടക്കുകയാണ്. സംസ്ഥാനത്ത് ഏറെ രാഷ്ട്രീയ വിവാദമായതാണ് സീ പ്ലെയിൻ പദ്ധതി. പക്ഷേ സീ പ്ലെയിൻ പദ്ധതി പരിസ്ഥിതിക്ക് ദോഷകരമല്ലെന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. സീ പ്ലെയിൻ പദ്ധതി പരിസ്ഥിതിക്ക് ദോഷമല്ലെന്ന് പഠന റിപ്പോർട്ട്. സീ പ്ലെയിനുകൾ ജലമലിനീകരണം ഉണ്ടാക്കുന്നില്ലെന്നും ഇവയുടെ ലാൻഡിംഗ് മത്സ്യപ്രജനനത്തെ ബാധിക്കുന്നില്ലെന്നുമായിരുന്നു ശാസ്ത്രജ്ഞരടങ്ങിയ 6 അംഗ സമിതിയുടെ കണ്ടെത്തൽ. എന്ന് മാത്രമല്ല, പദ്ധതി വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടുമെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആദ്യമായി ന്യൂസ് 18 പുറത്തുവിടുകയാണ്. 2014 ശാസ്ത്രജ്ഞർ അടങ്ങുന്ന 6 അംഗ കമ്മിറ്റിയാണ് വിവാദ പദ്ധതിയെക്കുറിച്ച് പഠനം നടത്തിയത്. 9 അധ്യായങ്ങളിലായി തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് സീപ്ലെയിൻ പദ്ധതിയെക്കുറിച്ചുള്ള പല അബദ്ധധാരണകളും ദൂരീകരിക്കുന്നതാണ്. അബദ്ധം 1. സീപ്ലെയിൻ കായലിന്റെ അടിത്തട്ട് ഇളക്കി മറിക്കും. പ്ലെയിൻ പറന്നിറങ്ങുന്നതിനായി 1.5 കിലോമീറ്റർ നീളമുള്ള റൺവേയും ഹൈഡ്രോഡം സ്ഥാപിക്കുന്നതിനായി 250 മീറ്റർ ചുറ്റളവിലുള്ള സ്ഥലവുമാണ് കായലിൽ ആവശ്യം. സാധാരണ ലാൻഡിംഗിൽ നിന്ന് വ്യത്യസ്തമായി സാവകാശത്തിൽ തെന്നിയാണ് ലാൻഡിംഗ്. ഇത് ഒരു സ്പീഡ് ബോട്ട് ഉണ്ടാക്കുന്ന പ്രകമ്പനം മാത്രമാണ് കായലിന്റെ ഉപരിതലത്തിൽ ഉണ്ടാക്കുന്നത്. മത്സ്യപ്രജനനത്തെ തടയും വിധം അടിത്തട്ട് ഇളക്കി മറിക്കുകയോ ജലത്തിന്റെ രാസഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുന്നില്ലെന്ന് പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സീപ്ലെയിൻ ഇന്ധനം നിറയ്ക്കുന്നത് എയർപോർട്ടിൽ നിന്നുമാണ്. പ്ലെയിനിൽ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം മാലിന്യങ്ങളും പുറന്തള്ളാനില്ല. ഈ മേഖലയിൽ ഏറ്റവും അധികം ലഭ്യമാകുന്ന കരിമീനുകൾ മുട്ടയിടുന്നത് അധികം ആഴമില്ലാത്ത ഇടങ്ങളിൽ തെളിമയുള്ള വെള്ളത്തിലാണ്. റൺവേക്ക് വേണ്ടതാകട്ടെ ആഴമുള്ള ഇടവും. അബദ്ധം 2. സീപ്ലെയിൻ മത്സ്യസമ്പത്തിനെ ബാധിക്കും. തൊഴിലാളി സംഘടനകൾ ആരോപിച്ചതുപോലെ ആശങ്ക പരത്തും വിധം ജലമലിനീകരണമോ പാരിസ്ഥിതിക ആഘാതമോ ഉണ്ടാക്കുന്നതല്ല പദ്ധതിയെന്ന് പഠനം വ്യക്തമാക്കുന്നു. പ്ലെയിൻ പറന്നിറങ്ങുന്ന ഘട്ടത്തിൽ മത്സ്യപ്രജനനത്തെ ദോഷകരമായി അത് ബാധിക്കുമെന്നായിരുന്നു പ്രധാന ആക്ഷേപം. ഞങ്ങളുടെ പഠനത്തിൽ യഥാർത്ഥത്തിൽ ഒരു സീപ്ലെയിൻ വന്നിറങ്ങുന്ന സ്ഥലത്ത്, അതിന് ഹൈഡ്രോഡ്രോം എന്നാണ് പറയുന്നത്, ആ സ്ഥലത്ത് ടർബുലൻസ് മത്സ്യോത്പാദനത്തിൽ തകർച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ടർബുലൻസ് ഉണ്ടാവുന്നില്ല എന്നാണ് കണ്ടത്. യഥാർത്ഥത്തിൽ പ്രാണവായുവിന്റെ അളവ് കൂടുതലാണ് അവിടെ ഉണ്ടാവുന്നത്. ഒരു ചേർണിങ് ഉണ്ടാകുന്നില്ല, കാരണം 1-1.5 മീറ്റർ ആഴമുള്ള സ്ഥലമാണ്. അബദ്ധം 3. കായലിൽ വലിയ നിർമ്മാണങ്ങൾ നടക്കും. ബോയകളും സഞ്ചാരികൾക്ക് ഇറങ്ങാനുള്ള ഫ്ലോട്ടിംഗ് ജെട്ടിയും ടെർമിനലായി ഉപയോഗിക്കുന്ന ഹൌസ് ബോട്ടുകളുമെല്ലാം താൽക്കാലിക നിർമ്മാണമായതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് ദോഷകരമാകുന്നില്ല. ലാൻഡിംഗ് സമയത്ത് ജലോപരിതലത്തിൽ സീപ്ലെയിൻ ഉണ്ടാക്കുന്ന ഇളക്കം ജലത്തിൽ പ്രാണവായുവിന്റെ അളവ് വർദ്ധിക്കാൻ ഇടയാക്കുന്നു. ഇത് മത്സ്യവളർച്ചയ്ക്ക് ഗുണകരമാണ്. അതേസമയം മത്സ്യബന്ധനം നിരോധിക്കേണ്ടി വരുന്ന മേഖലയിലെ തൊഴിലാളികളുമായി ചേർന്ന് വേണം പദ്ധതി നടപ്പിലാക്കേണ്ടതെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. പുന്നമടക്കായലിൽ പദ്ധതി നടപ്പാക്കരുത്. പകരം മീൻപിടുത്തം കുറവായ വട്ടക്കായലോ മലിനപ്പെട്ട് കിടക്കുന്ന നെടുമുടിയിലെ പൂതപ്പണ്ടം കായലിലോ പുറക്കാട്ടെ സ്മൃതിവനമോ സീപ്ലെയിന്റെ ലാൻഡിംഗ് ഏരിയയായി തെരഞ്ഞെടുക്കാനാകുമെന്നും പഠന റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. പ്ലെയിൻ എന്നുള്ള ഓപ്പറേഷൻസ് വഴി വെള്ളത്തിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ വളരെ സീരിയസ് അല്ല, മറിച്ച് ഇന്റൻസീവായിട്ടുള്ള ഫിഷിംഗ്, വളരെ തീവ്രമായ ഫിഷിംഗ് നടക്കുന്ന മേഖലകളിൽ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒഴിവാക്കണം. സാമൂഹിക ബന്ധമില്ലാത്ത ഒരു പ്രോജക്റ്റും വിജയിക്കില്ല എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രദേശം കണ്ടെത്തണം. ഞങ്ങളത് പറഞ്ഞു, കൈനകരിയിലെ വട്ടക്കായലാണ്. പൂതപ്പണ്ടം കായലിന്റെ ഒരു കായലുണ്ട് നെടുമുടിക്കടുത്ത്. കമ്മിറ്റി 2014 ഡിസംബറിൽ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും പിന്നീട് ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെ ഒരു വ്യക്തമായ പഠന റിപ്പോർട്ട് ഉണ്ടായിട്ടും ആശങ്കയുടെ പുകമുറ ഇന്നും സൃഷ്ടിക്കുകയാണ് CPI. പണ്ട് കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ ഇടതുപക്ഷം നടത്തിയ സമരം പോലെ പരിഹാസ്യമായി ഈ സമരവും നാളെ ചരിത്രത്തിൽ ഇടം നേടും. മലയാളികൾക്ക് ഒരു പദ്ധതി കൂടി നഷ്ടമാവുകയും ചെയ്യും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. അതാണ് സീ പ്ലെയിൻ പദ്ധതി സംബന്ധിച്ച 2017 തന്നെ പുറത്തുവരുന്ന ഒരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായ സൂചനകളുണ്ട്. പദ്ധതി
ദോഷകരമല്ല, പരിസ്ഥിതിക്ക് ദോഷകരമല്ല എന്ന കാര്യം കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും വീണ്ടും ഈ രാഷ്ട്രീയ വിവാദം ഉയർന്നു വരുമ്പോൾ നമുക്ക് എല്ലാ പദ്ധതികളെയും കണ്ണടച്ച് എതിർക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. കാരണം രാഷ്ട്രീയപരമായ നിലപാടുകൾ ഉണ്ടാവും, പക്ഷേ ആ നിലപാടുകൾക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടേ. എന്നും എക്കാലവും എതിർക്കപ്പെടേണ്ടതാണോ നമ്മുടെ വികസന പദ്ധതികൾ? ഒപ്പം എതിർക്കപ്പെടേണ്ട പദ്ധതികളെ എതിർക്കണം, പക്ഷേ അനുകൂലിക്കേണ്ടവയെ അനുകൂലിക്കേണ്ടേ എന്ന ചോദ്യം കൂടി ഉയർത്തുകയാണ്. എന്താണ് സീ പ്ലെയിൻ വിവാദത്തിന് പിന്നിലുള്ള യാഥാർത്ഥ്യം? ഇതിന് പിന്നിൽ ഉയരുന്ന എതിർ ശബ്ദങ്ങൾക്ക് വാസ്തവമുണ്ടോ, അതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, ആദ്യം തന്നെ എന്താണ് ഈ ശാസ്ത്രജ്ഞരുടെ സമിതി? ഇവരെ എന്ന് ആര് നിയോഗിച്ചു? എന്തായിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ കണ്ടെത്തലുകൾ? പ്രധാനം നമ്മൾ പരാമർശിച്ചു. ഒപ്പം ഈ സമിതിയുടെ സ്വഭാവം അതെന്തായിരുന്നു ശരണ്യ? സൈത്ത് 2013 നമ്മൾ കണ്ടതാണ്. സീ പ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്ന സമയത്ത് വലിയ പ്രതിഷേധം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായി. അത് മത്സ്യപ്രജനനത്തെ ബാധിക്കും, ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ കായൽ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെത് എന്നുള്ളതായിരുന്നു ആക്ഷേപം. തുടർന്ന് വലിയ സമരങ്ങൾക്കൊടുവിൽ ആലപ്പുഴയിൽ സീ പ്ലെയിൻ ഇറക്കാതെ അഷ്ടമുടി കായലിൽ നിന്ന് അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട 16 കോടിയോളം രൂപ ചിലവ് വന്ന പദ്ധതി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. അതിനെ തുടർന്ന് ആ വിവാദങ്ങളെ തുടർന്നാണ് സീ പ്ലെയിൻ പദ്ധതിയെക്കുറിച്ച് വിശദമായി പഠിക്കാനായി അന്നത്തെ സർക്കാർ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി അന്നത്തെ ടൂറിസം സെക്രട്ടറി ആയിരുന്ന സുമൻ ബിലയാണ് അന്ന് ടൂറിസം സെക്രട്ടറി. അദ്ദേഹത്തിനെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു 6 അംഗ സമിതിയാണ് അന്ന് സർക്കാർ തീരുമാനിക്കുന്നത്. ഇവർ ആൻഡമാനിലടക്കം പോയി കേരളത്തിലുടനീളം വിവിധയിടങ്ങളിൽ പഠനം നടത്തി. അങ്ങനെ ഈ 6 അംഗ സമിതിയാണ് 2014 ഡിസംബറിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതായത് സീ പ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഒപ്പം തന്നെ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ടൂറിസം രംഗത്തിന് എങ്ങനെ ഗുണകരമാകും. ഏറ്റവും പ്രധാനപ്പെട്ടതായി ആ റിപ്പോർട്ടിൽ പറയുന്നത് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവരുമായുള്ള ഒരു സമവായം, പ്രാദേശികമായ ഒരു സപ്പോർട്ട് ഏത് പദ്ധതി വിജയിക്കുന്നതിനും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമന്വയത്തിലൂടെ ഈ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പിന്നീട് ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. മാത്രമല്ല ഈ പദ്ധതി പിന്നീട് നടപ്പിലാകാതെയും പോയി. ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അത് ഇത്രയും നമുക്കറിയാം. കഴിഞ്ഞ ദിവസം സീ പ്ലെയിൻ പദ്ധതി വലിയ ആഘോഷത്തോടു കൂടി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചു. ടൂറിസം രംഗത്തിന് വളരെ ഗുണകരമാകുന്ന പദ്ധതി എന്ന് പറയുമ്പോൾ പോലും ബാക്ക് വാട്ടർ ടൂറിസത്തിന് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ആലപ്പുഴയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നാണ് സർക്കാർ അന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കി ആലപ്പുഴയെ കൺസിഡർ ചെയ്യാതെ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഇത് എത്രമാത്രം സാമ്പത്തികമായി നേട്ടം സർക്കാരിന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നു. ഒപ്പം അതേ സമയം തന്നെ ഇവിടെ പഴയ ഒരു മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ, ഫിഷർമാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തി പ്രാപിക്കുകയുമാണ്. അതിന് മുൻകൈ എടുക്കുന്നത് സർക്കാരിന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPI ആണ് എന്നുള്ളതാണ്. CPI നേതൃത്വത്തിൽ AITUC ആണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ശരണ്യയിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് G. വിജയരാഘവൻ, മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം, ഒപ്പം സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ടെക്നോ പാർക്കിൻ്റെ മുൻ CEO കൂടിയാണ്. സാർ, ഗുഡ് മോർണിംഗ് സാർ. സാർ, നമ്മൾ ഈ സീ പ്ലെയിൻ പദ്ധതി വീണ്ടും ഒരു 2ാം ഘട്ടത്തിൽ ചർച്ചയ്ക്കെടുക്കുന്നതാണല്ലോ കേരളം സമീപകാലത്ത് നമ്മൾ കണ്ടത്. ഇന്ന് ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഈ വാർത്ത വീണ്ടും കൈകാര്യം ചെയ്യുന്നതിന് കാരണം ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ മത്സ്യപ്രജനനത്തെയോ മത്സ്യമേഖലയോ ബാധിക്കുന്നതല്ല കായൽ മേഖലയിൽ സീ പ്ലെയിൻ ലാൻഡിംഗ് എന്നതാണ്. എന്നാൽ ആഴം കുറഞ്ഞ ഇടങ്ങൾ ഒഴിവാക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ശാസ്ത്രീയമായ സമിതി നൽകിയിട്ടുണ്ട്. ആ ശാസ്ത്രീയമായ സമിതിയുടെ റിപ്പോർട്ടിനും അപ്പുറം, അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, അതിനുമപ്പുറം വീണ്ടും നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു വീണ്ടും വിവാദത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടായിട്ടില്ലേ? ശാസ്ത്രീയമായൊരു വിശകലനത്തിലേക്ക് എന്തുകൊണ്ട് അവർക്ക് തിരുത്തൽ വരുത്താൻ കഴിയുന്നില്ലെന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സാറ് ഈ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു? ഇതിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ഓരോ ഇഷ്യൂ എടുത്തത് കോൺട്രവേഴ്സി ആക്കി കേരളത്തിന് അതിന്റെ ബെനിഫിറ്റ് വരാതിരിക്കുക. കുറെ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുക ചെയ്യുക. ഏത് കാലത്തും കേരളത്തിൽ വരുന്നത് കുറെ ആൾക്കാർ ഇങ്ങനത്തെ പദ്ധതികൾ എതിരായിട്ടുള്ളതാണ്. അതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ബേസിസ് അല്ല. കാരണം ഒരിടത്തും സീ പ്ലെയിൻ ഒരുപാട് രാജ്യങ്ങളിൽ ഒന്നാണ്. അവിടെ എങ്ങും ഇതുപോലെ മത്സ്യങ്ങളുടെ ഇതിനോ മത്സ്യബന്ധനത്തിനോ എന്തെങ്കിലും തടസ്സമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല. ഒരിടത്തും ഒരു ഫൈൻഡിങ് പോലും അതിനില്ല. മറ്റൊരു കാര്യം, ഇതിൽ നമ്മൾ ഇപ്പം അത് ഓരോ ഗ്രൂപ്പ് ആൾക്കാർ ഓരോ വാദങ്ങളാണ്. ഇപ്പൊ പലരും പറയുന്നത് ഇത് വളരെ സമ്പന്നർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്.
സമ്പന്നർക്കുള്ളതായിക്കോട്ടെ, പക്ഷെ അവര് കേരളത്തിലേക്ക് വരുമ്പോൾ അവരിവിടെ പൈസ ചെലവാക്കുക. അവരിവിടെ പൈസ ചെലവാക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് സംസ്ഥാനത്തിന് കിട്ടുക. നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ സർക്കാരിന് വരുമാനം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബിസിനസ് വളരണം. അല്ലാതെ നമുക്ക് യു കാൻ ഡിസ്ട്രിബ്യൂട്ട് വെൽത്ത് വിത്തൗട്ട് ക്രിയേറ്റിംഗ് വെൽത്ത്. അപ്പൊ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമാനം വരുന്ന കേരളത്തില് ആപ്പാടെ വരാൻ സാധ്യതയുള്ള ഒന്ന് നമ്മുടെ കൊടുക്കുന്ന ടാക്സുകൾ, ഇവിടെ പൈസ ചെലവാക്കുന്ന പൈസ, അതുപോലെ തന്നെ GST മറ്റുള്ള വരുമാനമാണ്. അപ്പൊ അത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്കോണമിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ വരണം. നമുക്ക് ശരിക്കും എംപ്ലോയ്മെന്റ് ജനറേഷനും ബിസിനസ് പ്രൊമോഷനും ചെയ്യുകയാണെങ്കിൽ കേരളത്തിന് റിസോഴ്സസ് മൊബിലൈസ് ചെയ്ത് ആ റിസോഴ്സസ് മറ്റ് ക്ഷേമ പദ്ധതികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സീപ്ലെയിനിന്റെ സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് അന്ന് തന്നെ ഒരു അൺനെസസറി കോൺട്രവേഴ്സി ആയിരുന്നു, അത് അന്നേ നടക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ല കാര്യമാണ്. അത് നമുക്ക്, എനിക്ക് തോന്നുന്നു, തടസ്സങ്ങൾ വരും. ഏത് തടസ്സം വന്നാലും അവസാനം അത് നമുക്ക് സ്ട്രോങ് ആയിട്ട് ചില ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഇതിന്റെ 2 ഉദാഹരണങ്ങൾ കഴിഞ്ഞ UDF ഗവൺമെന്റ് സമയത്ത് നടക്കാതെ പോയ, പിന്നീട് ഈ പിണറായി ഗവൺമെന്റ് വന്നിട്ട് നടത്തിയ ഗ്യാസ് പൈപ്പ് ലൈൻ, അതുപോലെ തന്നെയാണ് നമുക്ക് കൂടംകുളത്തു നിന്നുള്ള ഇലക്ട്രിക്കൽ ലൈൻ. ചില തടസ്സങ്ങളൊന്നും, പക്ഷെ അതൊരു ഫേം ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് പോവാം. ഉമ്മൻചാണ്ടിയുടെ സമയത്ത് വന്ന മെട്രോ ആയിരുന്നാലും വിഴിഞ്ഞം പോർട്ടായിരുന്നാലും എതിർപ്പുകളുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ബെനിഫിറ്റ് പിന്നീടാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനത്തെ പദ്ധതികൾക്ക് ഉള്ള ആ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ആവശ്യമില്ലാത്ത തടസ്സങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. ശാസ്ത്രീയമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം, അല്ലാതെ ആർക്കെങ്കിലും ഒരാളിനൊരു തോന്നൽ വരുമ്പോഴത്തേക്ക് എതിർക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു മാനദണ്ഡമല്ല. സാറേ, ഒരു കാര്യം, ഈ 10 വർഷം മുമ്പ് ഇതിൻ്റെ എതിർപ്പുയർത്തിയ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രധാനികളായിരുന്നു CPI അടക്കമുള്ള കക്ഷികൾ. 10 വർഷത്തിനിപ്പുറം നമ്മൾ വീണ്ടും ഇത് ചർച്ച ചെയ്യുമ്പോഴും അന്നത്തെ അതേ നിലപാടുകൾ തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട വർഷങ്ങൾ, മാറിയ ലോക സാഹചര്യങ്ങൾ, ബിസിനസ് സാഹചര്യങ്ങൾ, എക്കണോമിക് സിറ്റുവേഷൻ, ഇതൊന്നും മനസ്സിലാക്കാതെ വെറും അഭിപ്രായം മാത്രം ഉയരുന്നു എന്നൊരു വിഷയം കൂടി അങ്ങ് കാണുന്നുണ്ടോ ഇതിൻ്റെ അകത്ത്? ഇല്ല, ഇതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം, ചിലർക്ക് പഴയ ബാഗേജ് കൊണ്ട് നടക്കുന്നുണ്ട്. ആ ബാഗേജ് അവർക്ക് ഇറക്കി വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എതിർത്തു. ഓക്കെ, ഇന്ന് സെൽഫ് ഫിനാൻസിങ് കോളേജ് കേരളത്തിൽ വന്നു, പക്ഷെ അപ്പോഴത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ കുറെ വന്നു കഴിഞ്ഞു. മറ്റൊരു കാര്യം, നമ്മൾ ഇന്നും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്താൻ സമ്മതിക്കുന്നില്ല പല രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും. പക്ഷെ അവരുടെ മക്കൾ എവിടെയാ പഠിക്കുന്നത്, അവരുടെ മക്കൾ എവിടെയാ പഠിച്ചത്? അപ്പൊ ആ രീതിയിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ളവർക്ക് അത് പാടില്ല. പക്ഷെ ഞാൻ ഇതിനെ എതിർക്കുന്നു. എന്റെ മക്കള് സെൽഫ് ഫിനാൻസിങ്ങിലോ വിദേശത്ത് പോയി പഠിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റാരും ആ വിദേശ ലെവലിലുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ വരാൻ പാടില്ല. അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ ആ ഒരു മാനദണ്ഡം. ഇപ്പൊ ഇതിൽ ശരിക്കും ചെയ്യേണ്ടത്, നിങ്ങളെ പോലത്തെ ആൾക്കാർ ചെയ്യേണ്ടത്, ഇതിനെ എതിർക്കുന്ന ആൾക്കാര് അവരുടെ ഇൻട്രസ്റ്റ് എന്തുവാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ നോക്കണം. കാരണം ഡെഫിനറ്റ്ലി ഇതിലൊക്കെ ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കാണും. ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് ചില ആൾക്കാർക്ക് ജനം വളരെ പാവപ്പെട്ടവരായിട്ട് തുടരണം, കാരണം അല്ലെങ്കിൽ അവർക്ക് ആ ഗ്രൂപ്പിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതാവും, അവരതിൽ നിന്നും പുറത്തു പോവുകയാണെങ്കിൽ. ചിലർക്ക് ചില താല്പര്യങ്ങൾ കാണും, ചിലപ്പോൾ ചില ബിസിനസ് താല്പര്യങ്ങളാകാം. അപ്പൊ അതിൽ എന്തോ ആണ് ഓരോരുത്തരുടെ താല്പര്യം എന്നുള്ളത് നിങ്ങൾ മീഡിയ എന്നുള്ളതിൽ നിങ്ങൾ കണ്ടുപിടിച്ചത് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാറും. സാർ, ഒരു കാര്യം കൂടി, നമ്മൾ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ അറിയാം, നമുക്ക് രാഷ്ട്രീയമാണ് അവർ നിലനിൽപ്പാണ്. പക്ഷേ ഇത്തരം വികസന വിഷയങ്ങളിൽ നിലപാട് മാറ്റേണ്ടി വന്നാൽ മാറ്റണം, അന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ തിരുത്തണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് കൂടി ഈ മാറിയ സാഹചര്യത്തിൽ അത് മാറേണ്ടതല്ലേ? ഇല്ല, അതാണല്ലോ ഇപ്പൊ CPM തന്നെയാണല്ലോ ഇതുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് കമ്പ്യൂട്ടേഴ്സിനെ എതിർത്തു, കമ്പ്യൂട്ടേഴ്സിന്റെ മാറ്റം വന്നു. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് എതിർത്തു, അതിന്റെ മാറ്റം വന്നു. പക്ഷെ ഈ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും ചിലർക്ക് ചില സ്പേസ് ഉണ്ട്, അവരുടെ സ്പേസ് നഷ്ടപ്പെടുന്നു എന്ന് തോന്നൽ വരുമ്പോഴാണ് അവർ ചില കാര്യങ്ങൾ എതിർക്കുന്നത്. കാരണം അവർക്ക് പിന്നെ വേറൊരു ഇഷ്യൂസ് വേണം. ചില പാർട്ടികളുടെ സർവൈവൽ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള സർവൈവലാണ്. ആ ഇഷ്യൂസ് ഇല്ലാത്തപ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവർ കിട്ടുന്ന ഒരു ഇഷ്യൂ റേസ് ചെയ്ത് ഒരു ഇഷ്യൂ ആക്കുക. സാറേ, ഒരു കാര്യം കൂടി, ഈ പദ്ധതിയുടെ ഒരു അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ സീപ്ലെയിൻ കേരളത്തിൽ നടപ്പിലാക്കും? എന്തായാലും ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെ സർക്കാരിന് മറികടക്കാൻ കഴിയട്ടെ, അങ്ങനെ കഴിയുമെന്ന് നമുക്ക് കരുതാം. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കും എന്ന ചോദ്യത്തിന് ഇത് പൂർണ്ണമായും ഗവൺമെൻറ് മേഖലയിൽ, സർക്കാർ മേഖലയിൽ സാധ്യമല്ല. പകരം സ്വകാര്യ കമ്പനികൾ നടപ്പിക്കട്ടെ, സർക്കാർ അവർക്ക് പൊളിറ്റിക്കൽ ഭാവി പൂർണ്ണമായിട്ടും സ്വകാര്യ മേഖലയിൽ നടത്തേണ്ടതാണ്. സർക്കാരിന്
ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് പോലും ചെയ്യരുത്. സർക്കാർ ചെയ്യേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ എയർപോർട്ട് ചെയ്യുന്നത് പോലെ ഈ അവിടെ പോർട്ടുകൾ മറ്റേ എയർപോർട്ട് പോലെ സീപ്ലെയിനിന് വേണ്ടിയിട്ടുള്ള ഉള്ള ബേസുകൾ അത് ഗവൺമെന്റിന്റെ ചെലവ് ചെയ്യണം. അത് സീപ്ലെയിനും യൂസ് ചെയ്യാം, ബോട്ടിങ്ങിനും യൂസ് ചെയ്യാം. അപ്പൊ അത് ഗവൺമെന്റ് ചെയ്യുക. പക്ഷേ സീപ്ലെയിൻ സർവീസസ് ഗവൺമെന്റ് നടത്താൻ പാടില്ല. കാരണം അതൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിൽ തുടക്കത്തിൽ വേണമെങ്കിൽ 1-2 പേർക്ക് അവരൊരു ഒരു റൈറ്റ്സ് കൊടുക്കുക. അതിന്റെ അത് ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർക്ക്, അല്ലാതെ ഒരു 5-6 പേർക്ക് ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പലരും അതിൽ വലിയ നഷ്ടം വന്നു പോകും. അപ്പൊ 1-2 പേർക്ക് കൊടുക്കുക, പിന്നെ ഗവൺമെന്റ് അതിനനുസരിച്ച്. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഗവൺമെന്റ് ജീവനക്കാരുടെ യാത്ര അല്ലെങ്കിൽ സീനിയർ ആൾക്കാരുടെ യാത്രയ്ക്ക് അതില് അവർക്ക് ഒരു ലെവൽ ഓഫ് ബിസിനസ് കൊടുക്കാന്നുള്ള രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് വേണമെങ്കിൽ ഗവൺമെന്റിന് ചെയ്യാം. സാർ, ഈ പദ്ധതിയെ എതിർക്കുന്നവർ ഇപ്പോഴും പറയുന്ന കാര്യം ഇത് ഇക്കണോമിക്കലി വയബിൾ അല്ല. കേരളത്തിൽ, ലോകത്ത് ഒരു രാജ്യങ്ങളിലും അത് വയബിളായ റിപ്പോർട്ടുകളില്ല എന്ന വാദമൊക്കെയാണ് ഉയർത്തുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇല്ല, ചില സ്ഥലങ്ങളിൽ വയബിൾ ആവില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് കേരളത്തിൽ അത് വയബിൾ ആവാന്ന് പറയാം. നമുക്ക് കേരളത്തിൽ വരേണ്ട ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ പേയിങ് ടൂറിസ്റ്റ് ആണ് നമുക്ക് ആകർഷിക്കേണ്ടത്. നമുക്ക് ഈ ബാക്ക് പാക്കേഴ്സോ ഈ വലിയ ഇതിൽ വരുന്ന മീൻസ് ചെറിയ എമൗണ്ട്സ് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഹൈ പേയിങ് ടൂറിസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നവരെ അതിലൊരു ചെറിയ വിഭാഗം ഇതിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഗവൺമെന്റ് പറയേണ്ട കാര്യമില്ല. ഒരു പ്രൈവറ്റ് സെക്ടറുകാരും വന്ന് ഇൻവെസ്റ്റ് ചെയ്യല്ലേ ഫോർ ദി സീപ്ലെയിൻ സർവീസ്. അപ്പൊ അത് അവർ നഷ്ടപ്പെട്ട് അവർ സഹിച്ചുള്ള ഗവൺമെന്റിന്റെ നമുക്കെന്താ പ്രശ്നം? അത് പ്രോഫിറ്റബിൾ ആയതുകൊണ്ടല്ലേ കമ്പനികൾ അതിനു വേണ്ടി മുന്നോട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു സാർ, എന്തായാലും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിന്. ശരണ്യ, ജി സാർക്ക് അവർക്ക് പറയുന്ന കാഴ്ചപ്പാടുകൾ ഇത് വളരെ പോസിറ്റീവാണ് മുന്നോട്ട് വരുമ്പോൾ. ഇനി നമുക്ക് ഈ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എത്ര കണ്ട് ഈ സമരവാദങ്ങളെ തടുക്കുന്നതാണ്? പ്രത്യേകിച്ച് ഈ മത്സ്യപ്രജനനത്തെ ബാധിക്കും, വേമ്പനാട്ട് കായലിൻ്റെ പരിസ്ഥിതി അപ്പാടെ മാറിപ്പോകും, അവിടുത്തെ ഭൂപ്രകൃതിയിൽ തന്നെ മാറ്റമുണ്ടാകും, അങ്ങനെ വലിയ വാദങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ മത്സ്യമേഖലയിലെയും അവരുടെ ആശങ്കകളെയും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ പദ്ധതി ആരെയും ബാധിക്കില്ല എന്ന് പറയുന്നതിനപ്പുറം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാവുന്ന ആശങ്കകളെ എത്ര കണ്ട് ദൂരീകരിക്കുന്നതാണ് ഈ റിപ്പോർട്ട്? ഈ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി പറയുന്നു. അവർ ആദ്യം തന്നെ, അതായത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തി തന്നെ പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളികളുമായുള്ള വിഷയങ്ങൾ പരിഹരിച്ച ഒരു സമന്വയത്തിലൂടെ വേണം ഈ പദ്ധതി നടപ്പിലാക്കാനെന്നാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് ഈ സീപ്ലെയിൻ്റെ റൺവേ 1.5 കിലോമീറ്റർ ആണ് വേണ്ടത്. അതിന്റെ വാട്ടർ ഡോം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഏകദേശം 250 മീറ്റർ ചുറ്റളവിൽ ഒരു സ്പേസ് കൂടി ഒരുക്കേണ്ടതായി ഉണ്ട്. അതിൽ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് മത്സ്യപ്രജനനത്തെ ഇത് ബാധിക്കുമെന്നാണ്. അതിന് പ്രധാനമായി പറയുന്നത് ആദ്യഘട്ടത്തിൽ പുന്നമട കായലായിരുന്നു ഇതിന്റെ ഒരു വാട്ടർ ഡോം സ്ഥാപിച്ചുകൊണ്ട് അത് ലാൻഡിംഗ് ഏരിയയായി കണക്കാക്കിയിരുന്നത്. ഈ പുന്നമട കായലിൽ നിന്ന് മാറ്റി വട്ടക്കായലിലേക്ക് ഇത് മാറ്റണം. അതായത് മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധനം കുറവുള്ള സ്ഥലം, ഒപ്പം തന്നെ ആഴം കൂടിയ സ്ഥലം, അതായത് 1.5 മീറ്ററിന് താഴെ ഈ ലാൻഡിംഗ് ഏരിയ ഉള്ള ഡെപ്ത് വേണം. അത്തരത്തിൽ ആഴമുള്ള സ്ഥലത്തിലേക്ക് വട്ടക്കായലിലേക്ക് മാറ്റുക. അങ്ങനെ വട്ടക്കായലിലേക്ക് മാറ്റുകയാണെങ്കിൽ വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമായിരിക്കും ഈ പറഞ്ഞ ഏരിയയിലേക്ക് വരിക. അങ്ങനെ വരുന്ന ആ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ, ഇപ്പോൾ നമുക്കറിയാം അവിടെ ഏറ്റവും പ്രധാനമായി വിപണിയുള്ളത് കരിമീൻ കൃഷിയാണ്. ആ കരിമീൻ കൃഷിക്ക് വേണ്ടിയുള്ള ഓപ്പൺ, അതായത് കായലിൽ തന്നെ ഓപ്പൺ വാട്ടർ കേജ് രീതിയിൽ കൃഷി ചെയ്യണം. അതായത് ഓപ്പൺ രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയും. അതായത് ചെറിയ സ്ക്വയറുകളായി തിരിച്ചുകൊണ്ട് അതിനകത്ത് കരിമീനെ തിരിച്ച് അവിടെ ഇട്ട് വളർത്തുക. അതിനുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ സർക്കാർ വിതരണം ചെയ്യുക. ഒപ്പം തന്നെ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക. ആ സഹകരണ സംഘങ്ങൾക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ അത് വരുള്ളൂ. അങ്ങനെ വരുന്ന ആളുകൾക്ക്, പ്രതിഷേധമുള്ള ആളുകളെ ഉൾപ്പെടുത്തി അവരുടെ പ്രതിനിധികളെ 10 പേരെ ലീഡ് ചെയ്യാനായി, അവരെ നയിക്കാനായി ഉൾപ്പെടുത്തിക്കൊണ്ട് സഹകരണ സംഘം രൂപീകരിച്ചുകൊണ്ട് ആ പണം അതിലേക്ക് ഒഴുക്കുക. ഇതിനായുള്ള പണം സർക്കാരല്ല കണ്ടെത്തേണ്ടത്, മറിച്ച് സീപ്ലെയിൻ കമ്പനികൾ അവരുടെ CSR ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതായത് മത്സ്യത്തൊഴിലാളികളെ കരുതിക്കൊണ്ട് തന്നെയുള്ള റിപ്പോർട്ടായിരുന്നു ഇത്. അവരെ കൂടി ഉൾപ്പെടുത്തണം. ഇനി വട്ടക്കായൽ പ്രശ്നമാണെങ്കിൽ അതിനപ്പുറത്തേക്ക് കായൽ കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങൾ പുന്നമടയിലും ഒക്കെ ഉണ്ട്. ഒപ്പം പുറക്കാട് സ്മൃതിവനമുണ്ട്, പൂതപ്പണ്ടം കായലുണ്ട്. അവിടെയൊക്കെ മാലിന്യം നിറഞ്ഞ് കായലുകൾ മൂടിക്കിടക്കുകയാണ്. ഈ പ്രദേശങ്ങളൊക്കെ ഇതിന്, അതായത് പ്ലെയിൻ ലാൻഡിങ്ങിനായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള നല്ലൊരു സജഷൻ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത്
ഈ ആശങ്കകളെയൊക്കെ എങ്ങനെ ദൂരീകരിക്കാൻ കഴിയുമെന്നുള്ളത് ആ റിപ്പോർട്ട് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ പ്ലെയിൻ ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇഷ്യൂസ് ആണ്. അതായത് പ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ ഉള്ള മത്സ്യപ്രജനനത്തെ ഇത് ബാധിക്കുമോ, അതായത് പ്ലെയിൻ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. പക്ഷേ അവർ സ്റ്റഡീസ് വെച്ചിട്ട് അവർ പറയുന്നത് ഇത് ഒരു പരുന്തിറങ്ങുന്നത് പോലെയാണ്, സാവധാനമാണ് ഈ പ്ലെയിൻ ഇറങ്ങുന്നത്. അതായത് സാധാരണ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന പോലെയല്ല, അത്ര ഫോഴ്സിലല്ല ഇത് ഇറങ്ങുന്നത്. ഇത് സാവധാനത്തിൽ ഒരു പരുന്തിറങ്ങുന്നത് പോലെ ഗ്ലൈഡ് ചെയ്താണ് ഈ സീപ്ലെയിൻ ഇറങ്ങുക. അങ്ങനെ ഇറങ്ങുമ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആ സ്ഥലത്ത് ഒരു സ്പീഡ് ബോട്ട് ഉണ്ടാക്കുന്ന അലയൊലികൾ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അത് വെള്ളത്തിന്റെ ഹൈഡ്രോ കെമിസ്ട്രിയെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ശരി, ശരണ്യയിലേക്ക് വരാം. ടി ജെ ആഞ്ചലോസ് ഉണ്ട്, CPIയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. ശ്രീ ടി ജെ ആഞ്ചലോസ്, താങ്കളടക്കം ശക്തമായ ഈ സീപ്ലെയിൻ്റെ രണ്ടാം വരവിലും പഴയ വാദങ്ങൾ തന്നെ ഉയർത്തിയതാണ്, ശക്തമായി എതിർപ്പ് ഉയർത്തുകയാണ്. സർക്കാർ നിങ്ങളുടെയൊക്കെ ആശങ്ക പരിഹരിക്കും എന്ന് അറിയിച്ചിരുന്നു. അത്തരം ഘട്ടത്തിലും നിങ്ങളുടെ ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലാന്ന് തന്നെയാണോ? അല്ല, എയർപോർട്ടുകളിൽ നിന്ന് ഡാമുകളിലേക്ക് സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. എന്നാൽ മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ സീപ്ലെയിൻ പദ്ധതി കൊണ്ടുവരുന്നതിനോടാണ് എതിർപ്പ്. അല്ല, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഡാമുകളിലോ മറ്റു കേന്ദ്രങ്ങളിലോ ആരംഭിക്കുന്നതിന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ എതിരല്ല. ശരി, അതിലേക്ക് വരുമ്പോൾ തന്നെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2017 കാലഘട്ടത്തിൽ 2014 15 ഇടയിലുള്ള കാലഘട്ടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അന്നത്തെ ടൂറിസം സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതി കണ്ടെത്തിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് സീപ്ലെയിൻ എന്തുകൊണ്ട് മത്സ്യസമ്പത്തിന്, മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷകരമാവില്ല, അല്ലെങ്കിൽ അവർക്കുള്ള ആശങ്കകൾ പരിഹരിക്കേണ്ടത് എങ്ങനെയെന്ന് സംബന്ധിച്ച സാഹചര്യം ആ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം റിപ്പോർട്ടുകളെ അധികരിച്ചുകൊണ്ടൊരു നിലപാട് മാറ്റം CPIക്ക് ഉണ്ടാകുമോ? CPIയുടെ നിലപാടല്ല ഞാൻ പറയുന്നത് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെതാണ്. ഇപ്പൊ ബോൾഗാട്ടിൽ നിന്ന് ട്രയൽ റൺ നടത്തിയല്ലോ. അപ്പോ മണിക്കൂറുകളോളം അവിടെ മറ്റ് ഗതാഗതം, ബോട്ട് യാത്ര ഉൾപ്പെടെ ബാൻ ചെയ്തുകൊണ്ട് ഈ സീപ്ലെയിൻ അവിടെ പറന്നുയരുമ്പോൾ എത്രത്തോളം ജലാശയത്തെ ബാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ വിഷ്വൽ നോക്കിയാൽ കൃത്യമായും മനസ്സിലാകും. അത് ഈ പറയുന്ന ഞങ്ങളുടെ ഇതനുസരിച്ച് ഒരു വാട്ടർ ഡ്രോം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു 750 ഏക്കർ ജലാശയം വേണ്ടിവരും എന്നുള്ളതാണ്. ഈ 2013 പുന്നമടയിലെ അത്തരം പദ്ധതി വന്നപ്പോൾ അത്രയും പ്രദേശമാണ് വളച്ചു കെട്ടിയെടുത്തത്. അങ്ങനെ ഒരു 15 കേന്ദ്രങ്ങളാണ് അന്ന് ലക്ഷ്യം വെച്ചത്. അപ്പോ അതേ മാതൃകയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇപ്പൊ ഗുജറാത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടല്ലോ, കഴിഞ്ഞ ഒക്ടോബറിലാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു ദിവസം പോലും പദ്ധതി മുന്നോട്ട് പോയില്ല എന്നാണ് വാർത്തകളിലൂടെ ബോധ്യപ്പെടുന്നത്. കാരണം അത് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് നടപ്പിലാക്കുക എന്നുള്ളതിനോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ വിസിബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിട്ടും പദ്ധതി പരാജയപ്പെട്ടു. ഇവിടെ ഇനി പരാജയപ്പെട്ടാല് മത്സ്യത്തൊഴിലാളി സംഘടനകളെ കുറ്റം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഡാമുകളിലും മറ്റു കേന്ദ്രങ്ങളിലും എല്ലാം നടത്തുന്നതിന് മത്സ്യത്തൊഴിലാളി സംഘടനയ്ക്ക് യാതൊരു എതിർപ്പുമില്ല. അല്ലെ, ഡാമുകളിൽ നടത്തട്ടെ, അത്തരം സാധ്യത നോക്കട്ടെ. അതിനപ്പുറം കേരളത്തിൻ്റെ ഈ ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്ന സാധ്യതയെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതിനുള്ള ഏറ്റവും സാധ്യത സീപ്ലെയിൻ എന്നതാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. ഞാൻ ചോദിക്കുന്നത്, മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കുന്ന പക്ഷം ഈ പദ്ധതി കായൽ മേഖലയിൽ നടത്താനാവില്ല എന്ന നിലപാടിൽ തന്നെയാണോ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അടക്കമുള്ള? അല്ല, ഏതെങ്കിലും 1-2 കേന്ദ്രങ്ങളിൽ ഞാനും പറഞ്ഞല്ലോ, ഗുജറാത്തിലെ പട്ടേൽ പ്രതിമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തു എന്നാണ് വാർത്തകളിൽ കണ്ടത്. പക്ഷെ പിന്നീട് മുന്നോട്ട് പോയില്ല. അപ്പൊ കേരളത്തിലെ ഏതെങ്കിലും പ്രധാന കേന്ദ്രങ്ങളെ നടത്തി വിജയിക്കുന്ന ഘട്ടങ്ങളിലല്ലേ നമ്മളത് ആലോചിക്കേണ്ടത്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന കേന്ദ്രങ്ങൾ അവരുടെ ഉപജീവന മാർഗമാണ്. ആ കേന്ദ്രങ്ങൾ തന്നെ ഇതിന് തെരഞ്ഞെടുക്കണമെന്നുള്ള വാശിയില്ലല്ലോ. ഇപ്പോ സീപ്ലെയിൻ വെള്ളത്തിൽ മാത്രമല്ല ഇറങ്ങുന്നത്, കരയ്ക്കും ഇറങ്ങാൻ കഴിയും. അപ്പൊ ഇപ്പൊ ഇതിനു മുമ്പ് ഒരിക്കലും ഹെലികോപ്റ്റർ പദ്ധതി പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ആവിഷ്കരിച്ചതാണ്. ഒരു ദിവസം പോലും ആ പദ്ധതി മുന്നോട്ട് പോയില്ല. കാരണം അത് ലാഭകരമല്ല എന്നുള്ളതുകൊണ്ടാണ് ആ പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് പൊളിഞ്ഞു പോയത്. ഇത് മറ്റു കേന്ദ്രങ്ങളിൽ ഫലപ്രദമായി നടത്തി വിജയിക്കട്ടെ. എന്തായാലും അതിനുള്ള അവസരം ഉണ്ടല്ലോ കേരളത്തിൽ. അതായത് ഒരു തുറന്ന സമീപനം ആദ്യം തന്നെ മത്സ്യത്തൊഴിലാളി കേന്ദ്രങ്ങളിൽ
വേണമെന്നുള്ള വാശി വേണ്ടല്ലോ. ഡാമുകളിൽ നിന്ന് എയർപോർട്ടുകളാകാം, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാകാം, പൊന്മുടിയാകാം, മറ്റു കേന്ദ്രങ്ങളാകാം, അതൊക്കെ ചെയ്യട്ടെ. ഓക്കെ, അപ്പം അതായത് ഇക്കാര്യത്തിൽ ഒരു തുറന്ന സമീപനമാണ് നിങ്ങൾക്കുള്ളത്. അതായത് മറ്റിടങ്ങളിൽ കേരളത്തിന് സാധ്യതയുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കുന്ന പക്ഷം അത് കായൽ മേഖലയിലേക്കും ഭാവിയിൽ കൊണ്ടുവരാം എന്നൊരു സമീപനം തന്നെയാണ്. അല്ലല്ല, മത്സ്യത്തൊഴിലാളി കേന്ദ്രങ്ങളിൽ പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഉറച്ച നിലപാടാണ്. ഞാൻ പറയുന്നത്, ഇതിനു മുമ്പും ഒരു ദിവസം ഒരു ഫ്ലൈറ്റ് വന്നു, ഇത്തവണയും ഈ സീപ്ലെയിൻ ഇങ്ങനെ വരുന്നു. എന്നിട്ട് പിന്നീട് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയാൽ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് കാരണം നടന്നില്ല എന്നുള്ള പേരുദോഷം വേണ്ട. ഫലപ്രദമായി ഒരുപാട് കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന കേന്ദ്രങ്ങളല്ലാതെ ഒരുപാട് ഡാമുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇതെവിടെ ഇറങ്ങാമല്ലോ, ലാൻഡിലും ഇറങ്ങാം, വാട്ടറിലും ഇറങ്ങാം. അതുകൊണ്ട് അത് നടത്തി വിജയിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓക്കെ, എന്തായാലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾ നേരത്തെ ചില സമരപ്രഖ്യാപനങ്ങളും അദ്ദേഹവുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. ശ്രീ MC പ്രസാദ് നമുക്കൊപ്പമുണ്ട്. ഈ വട്ടക്കായൽ ഉൾപ്പെടുന്ന ടെർമിനൽ അവിടുത്തെ കൈനകരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ശ്രീ പ്രസാദ്, ഈ വട്ടക്കായൽ പോലെ ആഴം കൂടിയ മേഖലകളിൽ ഇപ്പോഴും ഇത് വേമ്പനാട്ട് കായലിൽ സാധ്യമാണെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇത് വരുന്നതിനെ എതിർക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മളിപ്പോ ഇത് വേമ്പനാട്ടുകായലിന്റെ ഭാഗമായിട്ട് വട്ടക്കായലാണ്. ഇത് കൈനരി പഞ്ചായത്തിലെ 13ാം വാർഡിലാണ് ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന സീപ്ലെയിൻ സംബന്ധിച്ച് പറയുന്നത്. അവിടെ ഇപ്പോ നിലവിൽ തന്നെ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കേന്ദ്രമാണ്. ഒരു ടെർമിനൽ ഉണ്ട്, ഹൗസ് ബോട്ട് ടെർമിനൽ ഉണ്ട്, അനുബന്ധ പാർക്ക് സൗകര്യങ്ങളുണ്ട്. പക്ഷെ 2014 12 കോടി രൂപ മുടക്കി പണി പൂർത്തീകരിച്ചെങ്കിലും അത് ഫങ്ഷനിങ് ആയിട്ടില്ല. അത് അനാഥമായി കിടക്കുകയാണ്. അപ്പൊ ഞങ്ങളിപ്പോ അത് അങ്ങനെയാണെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പൊ സ്വാഭാവികമായും ടൂറിസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമെന്ന നിലയിൽ അവിടെ ഒരു പദ്ധതി സീപ്ലെയിൻ പദ്ധതി വരുന്നതിൽ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. അപ്പോ സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, ചില ആശങ്കകൾ. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഓരോ പദ്ധതി വരുമ്പോൾ ഇതിനായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം ഉയർന്നു വരുന്നതാണ്. അപ്പൊ മറ്റു തൊഴിലാളികൾക്കാണെങ്കിലും പരിസരവാസികൾക്കാണെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പദ്ധതി വളരെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന ഒരു പദ്ധതിയാണ്. ഇനിയുള്ള സാധ്യതകളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. കേവലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പദ്ധതിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. അതെല്ലാം നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി നമ്മുടെ സാധ്യതകൾ നമ്മുടെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് പദ്ധതി നടപ്പാക്കാൻ എതിർപ്പില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അതായത് ഇത് സംബന്ധിച്ചെന്ന് വെച്ചാൽ അന്ന് പുറത്തു വന്ന ഒരു റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ആശങ്കകൾക്ക് വസ്തുതയില്ല. കാരണം അത് ശാസ്ത്രീയമായി തന്നെ പഠനങ്ങൾക്ക് വിധേയമായി മത്സ്യമേഖലയ്ക്ക് ബാധിക്കില്ല എന്ന കണ്ടെത്തൽ ഉണ്ടായതാണ്. എന്തായാലും ആശങ്ക ഉയരുന്നു, സ്വാഭാവികമാണ്. ഒരു തൊഴിൽ മേഖലയിൽ ഒരു ജനത അവരുടെ ആശങ്ക അത് ദൂരീകരിക്കേണ്ടതാണ്. എന്തായാലും പക്ഷേ ഈ ആശങ്ക ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ച് ഈ പദ്ധതിയെ പിന്നോട്ട് നിർത്തുന്നോ, അതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകുന്നോ എന്ന ചോദ്യമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. അല്ല, അത് ശരിയായ സമീപനമല്ല. പദ്ധതിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകണം. അതാണ് എടുക്കേണ്ടത്. നമ്മുടെ കേരളത്തിന്റെ ഒരു ടൂറിസം സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമുക്കൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖല ടൂറിസം തന്നെയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, വരുമാന മാർഗങ്ങൾ, ഇതൊക്കെ ഇതിന്റെ ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അന്ധമായി എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ പദ്ധതി സുഗമമായി നടത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഒരുക്കാൻ എല്ലാവരും സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോ ഫങ്ഷനിങ് ഇല്ലാത്ത ഈ സാധനം ഞങ്ങൾക്ക് വിട്ടുതരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിലേക്കെല്ലാം പോയിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ആലപ്പുഴ ജില്ലയിൽ, ഒരുപക്ഷെ ആലപ്പുഴ ജില്ല മാത്രം കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഈ ടെർമിനലും അനുബന്ധ സ്ഥാപനങ്ങളും മാറുമെന്നുള്ള കാര്യം യാതൊരു സംശയം. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, ഈ ദിനകരൻ ധീരവത്സഭ കൂടി അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ വട്ടക്കായൽ പോലെയുള്ള മേഖലകളിൽ ഒരു ടൂറിസം സംവിധാനം ഇതിനകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ആ മേഖലകൾ പക്ഷേ അതെല്ലാം നഷ്ടപ്പെടുകയാണ്. വലിയ പദ്ധതി പ്രഖ്യാപനങ്ങളൊക്കെ നടന്ന മേഖലയാണ്. അപ്പോൾ ടൂറിസം അനുബന്ധ സാധ്യതകളിലേക്ക് നമ്മുടെ ഈ കായൽ മേഖലയെ മാറ്റിയെടുത്താൽ മാത്രമല്ലേ നമുക്ക് ഈ സാധ്യതയായി മുന്നോട്ട് പോവുള്ളൂ. ആദ്യഘട്ടത്തിൽ താങ്കളുടെ സംഘടന അടക്കം വലിയ എതിർപ്പ് ഉയർത്തിയതാണ്. ആ നിലപാടിൽ ഒരു ചർച്ചയാവാം, ആശങ്കകൾ പരിഹരിക്കട്ടെ എന്ന നിലപാടിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ? ഹലോ, കേൾക്കാമോ? പറയാം. അതായത് ഞാൻ 2013 ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ ഈ സീപ്ലെയിൻ പദ്ധതി വന്നതാണ്. അന്ന് ഞാൻ മത്സ്യബോർഡിന്റെ ചെയർമാനായിരുന്നു. മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ഐക്യപ്രസ്ഥാനമായ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു. ഈ പ്രശ്നം വന്നപ്പോൾ
ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് CITU, AITC, UTUC, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്, സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ, മത്സ്യപ്രവർത്തക സംഘമടക്കമുള്ള മുഴുവൻ സംഘടനകളുമായി ആലോചിച്ച് ഈ പദ്ധതി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷകരമാണ്, അവരുടെ തൊഴിലിനെ ബാധിക്കുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അഷ്ടമുടി കായലിൽ നിന്ന് പറന്നുയർന്ന വിമാനം അന്ന് KC വേണുഗോപാലും അനിൽകുമാറും 2 മന്ത്രിമാരും വിമാനത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ പുന്നമട കായലിൽ നേതാക്കന്മാരെല്ലാം ബോട്ടിലും മുഹമ്മയിലും അതുപോലെ ആര്യാട് മണ്ണഞ്ചേരി ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളി വള്ളങ്ങളിലുമായി വന്ന് ആ പുന്നമട ഉപരോധിക്കുകയാണ് കായൽ ഉപരോധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ വിമാനം ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അത് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിൽ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കുക. അതേ പദ്ധതി തന്നെയാണ് ഇപ്പോൾ പുതിയ അന്ന് എതിർത്ത പ്രസ്ഥാനങ്ങള് ഉൾക്കൊള്ളുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് എന്തായാലും വിശദമായി ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ വരാം.